നമസ്തേ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകലതിനും ഒരു കാലമുണ്ട്. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം, ഇടിച്ചു കളയാൻ ഒരു കാലം, പണിയുവാൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളയുവാൻ ഒരു കാലം, കല്ലുകൾ പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, സമ്പാദിക്കാൻ ഒരു കാലം, നഷ്ടമാകാൻ ഒരു കാലം, സൂക്ഷിച്ചു വെക്കാൻ ഒരു കാലം, എറിഞ്ഞു കളയുവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിക്കാൻ ഒരു കാലം, സംസാരിക്കാൻ ഒരു കാലം, സ്നേഹിക്കാൻ ഒരു കാലം, ദ്വേഷിക്കാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിനൊരു കാലം. ഇത്തരത്തിലായിരിക്കവേ പ്രയത്നിക്കുന്നവന് അവന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ബൈബിളിൽ സഭാപ്രസംഗി 3-ാം അധ്യായം 1 മുതൽ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളാണിത്. പ്രയത്നം എന്ന് പറയുന്നതിന് അതുകൊണ്ട് എന്ത് ലാഭം എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ആ ചോദ്യം തന്നെയാണ് ഹെർമറ്റിസിസത്തിലെ ദ പ്രിൻസിപ്പിൾ ഓഫ് റിഥം എന്ന് പറയുന്ന സങ്കല്പത്തിന് ചോദിക്കുവാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ പ്രയത്നിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് മത്സരിക്കണം, കഠിനാധ്വാനം ചെയ്യണം എന്നൊക്കെയാണ് പലരും പഠിപ്പിക്കാറുള്ളത്. മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഠിനാധ്വാനമല്ല, സ്മാർട്ട് വർക്കുമല്ല, മൾട്ടി ഡയമെൻഷണൽ വർക്കാണ് വിജയത്തിന്റെ രഹസ്യം എന്നുള്ളത്. അത്തരത്തിലുള്ള മൾട്ടി ഡയമെൻഷണൽ വർക്കിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് റിഥം, താളാത്മകമായിട്ടുള്ള പ്രപഞ്ചം, പ്രപഞ്ചത്തിലെ താളത്തിന്റെ രഹസ്യവും ആ താളത്തിനൊത്ത് സഞ്ചരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഉന്നതമായിട്ടുള്ള ജീവിത വിജയത്തിലേക്കും അതിനുശേഷവും ഉയർച്ചയിലേക്ക് പോവുക, ആത്മീയതയുടെ പാരമ്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുള്ള രഹസ്യങ്ങളും അതിന്റെ തന്ത്രങ്ങളും എല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. പലരും പറയാറുണ്ട് താളത്തിനൊത്ത് തുള്ളരുത് എന്ന്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, മനുഷ്യന്റെ താളത്തിനൊത്ത് തുള്ളരുത്, മറിച്ച് പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്ത് തുള്ളുകയാണെങ്കിൽ, ആ താളത്തിനൊത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ ജീവിതത്തിലും ആഫ്റ്റർ ലൈഫിലും ഉന്നതമായിട്ടുള്ള വിജയം ഉണ്ടാകുമെന്നത് സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പുഴ പുറത്തേക്കും അകത്തേക്കും ഒഴുകുന്നു. ഈ വേനൽക്കാലം ആയിരിക്കുന്ന സമയത്ത് പുഴയിലെ വെള്ളം അതിലേക്ക് താഴ്ന്നു പോയി, അല്ലെങ്കിൽ അകത്തേക്ക് ഒഴുകിയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മഴ വന്ന സമയത്ത് ജലമെല്ലാം പുഴയിലേക്ക് ഒഴുകി. എന്നാൽ കുറച്ച് കഴിയുമ്പോഴാകട്ടെ ഈ പുഴയിലെ ജലം പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥയിലേക്ക്, കാലവർഷം മൂർധന്യത്തിലേക്ക് എത്തുന്ന സമയത്ത് ആയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളും, നാടും നഗരവും ഒക്കെ വെള്ളത്തിലാകുന്ന അവസ്ഥകളും ഉരുൾപൊട്ടലിന്റെ വാർത്തകളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഉയർച്ച താഴ്ചകൾ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഭൂമിയിൽ പ്രകൃതിയിലേക്ക് നോക്കൂ, മലനിരകളും താഴ്വാരങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യന്റെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിലും ഈവൻ ദ റീപ്രൊഡക്റ്റീവ് ബിഹേവിയർ ഇറ്റ് സെൽഫ്, അതിലും നമുക്ക് ഉയർച്ച താഴ്ചകളും ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കാണുവാനായിട്ട് സാധിക്കും. സോ ജീവന്റെ ആധാരം തന്നെ ഈ പറയുന്ന ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയുമാണ്, അല്ലെങ്കിൽ ഈ താളമാണ്, ഈ റിഥമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ഊഞ്ഞാല് മുന്നിലേക്കും പിന്നിലേക്കും ആടുന്ന സമയത്ത് എത്രമാത്രം പുറകിലേക്ക് വലിച്ചു പിടിച്ചിട്ടാണോ അത് വിടുന്നത്, അത്രമാത്രം ദൂരത്തേക്ക് അത് മുന്നിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഏത് സമയത്തും അത് സഞ്ചരിക്കുന്ന സമയത്ത് ഏത് പെൻഡുലവും ഒരു ന്യൂട്രൽ പൊസിഷനിലേക്ക് വരുന്നു. അതിന്റെ ബാക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, ദിസ് റിഥം ഒരു പെൻഡുലത്തിനെ മനസ്സിൽ സങ്കല്പിക്കുക. എപ്പോഴും ഉയർച്ചയുണ്ട്, ഉയർച്ചയ്ക്ക് ഒരു താഴ്ചയുണ്ട്. അതുപോലെ തന്നെ ഏതൊരു കയറ്റത്തിനും ഒരു ഇറക്കവുമുണ്ട്. സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. ഇത് സൈക്ലിക്കലായിട്ട് അല്ലെങ്കിൽ ചാക്രികമായിട്ടുള്ള പാറ്റേണുകളായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. ചന്ദ്രന്റെ വിവിധ മുഖങ്ങളും നക്ഷത്ര സമൂഹങ്ങൾ നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതിനും എല്ലാത്തിനും ഒരു ചാക്രിക സ്വഭാവമുണ്ട്. എന്തിനേറെ പറയുന്നു, ഒരു ആറ്റത്തിന്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ന്യൂക്ലിയസ്, അതിനെ ചുറ്റുന്നതായിട്ടുള്ള ഇലക്ട്രോൺസും ഒക്കെ എടുത്ത് ചിന്തിച്ചു നോക്കൂ. അവിടെയൊക്കെ ചാക്രികമായിട്ടുള്ള ഒരു പാറ്റേൺ ബേസ്ഡ് റിഥം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആറ്റത്തിന്റെ തന്നെ വലിയ രൂപമായിട്ടുള്ള സൗരയൂഥത്തിലേക്കും അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മറ്റു തലങ്ങളിലേക്കും നോക്കൂ. അവിടെയും നമുക്ക് സൈക്ലിക്കൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പാറ്റേൺ ബേസ്ഡ് ഉള്ള റിഥംസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിൽ കാലവർഷം എത്തുന്നു, അതിന് തൊട്ടു മുൻപ് വേനൽക്കാലമായിരുന്നു, പിന്നീട് തണുപ്പിന്റെ കാലം വരും. അങ്ങനെ പല രീതിയിൽ പല ഋതുക്കൾ നമ്മുടെ ഭൂമിയിലൂടെ മാറി വരുമ്പോഴും നമുക്ക് ചാക്രികമായിട്ടുള്ള റിഥം, സൈക്ലിക്കൽ നേച്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹെർമറ്റിസിസത്തിലെ മറ്റു പല പ്രിൻസിപ്പിൾസും മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പിൾ ഓഫ് മെന്റലിസം, വൈബ്രേഷൻ തുടങ്ങി. ഇവയിലൊക്കെയും ഈ പ്രിൻസിപ്പിൾ ഓരോന്നും പറയുമ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നതായിട്ടുള്ള പ്രിൻസിപ്പിൾസും കൂടെ ഒരുമിച്ച് ചിന്തിച്ചു നോക്കുന്ന സമയത്താണ് ഹെർമറ്റിസിസം എന്ന് പറയുന്ന ബൃഹത്തായ ഫിലോസഫി അല്ലെങ്കിൽ സ്പിരിച്വൽ ചിന്താധാര നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള
അമൂല്യമായിട്ടുള്ള അറിവുകളും ജ്ഞാനവും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഇതിന് സാധാരണ രീതിയിലുള്ള ഒരു ലോജിക്കൽ ചിന്ത പോരാ, അതിനപ്പുറത്തേക്ക് ബിഗ് പിക്ചർ കാണുവാനുള്ള ഒരു കഴിവും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് ഈസിലി സ്വായത്തമാക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആ കഴിവ് സൃഷ്ടാവ് എല്ലാവർക്കും തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഈ സത്യത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കർമ്മത്തിന്റെ പ്രധാന ലക്ഷ്യവും അതിന്റെ വിജയത്തിന്റെ പ്രധാന രഹസ്യവും. വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നതിനെ കുറിച്ച് നമുക്കറിയാം. നമ്മളുടെ ശരീരത്തിലെ സർക്കേഡിയൻ റിതം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഒരു കോഴി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കൂകിക്കൊണ്ട് വിളിച്ചുണർത്തുകയാണ് ലോകത്തിനെ. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും, പക്ഷി മൃഗാദികൾക്ക് അവയ്ക്ക് ഉണരാൻ ഒരു സമയമുണ്ട്, ചേക്കേറാൻ ഒരു സമയമുണ്ട്. സാമ്രാജ്യങ്ങളുടെ കാര്യം എടുത്തു നോക്കൂ. ഒരു സാമ്രാജ്യം പടുത്തുയർത്താൻ ഒരു സമയമുണ്ട്, അതിന്റെ തകർച്ചയ്ക്കും ഒരു സമയമുണ്ട്. സോ പ്രപഞ്ചത്തിലെ എല്ലാം ഇങ്ങനെ താളാത്മകമായിട്ട് റിഥമിക് ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഇതിനെതിരെ പ്രവർത്തിക്കുമ്പോഴാണ് പ്രശ്നം. കടലിലെ തിരമാലകളെ നോക്കൂ. അതിൽ റൈഡ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അവർ തിരക്കൊത്താണ് റൈഡ് ചെയ്യുന്നത്. എന്നാൽ അവരെ ആരെങ്കിലും പഠിപ്പിക്കുകയാണ് നിങ്ങൾ തിരക്കെതിരെ റൈഡ് ചെയ്യണമെന്നാണ് പറയുന്നതെങ്കിൽ അവർ വെള്ളത്തിലേക്ക് പോയി പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. തിര അവരെ തകർത്ത് കളയും, അല്ലെങ്കിൽ അടിച്ചമർത്തിക്കളയും എന്നുള്ളതാണ്. സോ ഒരു തിര അത്രയും ശക്തിയുള്ളതാണ്. എല്ലാ ചെറിയ കാര്യങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ എല്ലാ കാര്യങ്ങളിലും, ഒരു മനുഷ്യന്റെ ജനനം തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങളിൽ ചാക്രിക സ്വഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തിനേറെ പറയുന്നു, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ മിടിപ്പും നിങ്ങളുടെ ബ്രീത്തിങ്ങും എല്ലാം ഒരു ചാക്രിക സൈക്ലിക്കൽ സ്വഭാവത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായിട്ട് തന്നെ ഈ താളം, ഈ റിഥം വർക്ക് ചെയ്യുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ഓർക്കസ്ട്ര പോലെ നമുക്ക് ഇതിനെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെയൊക്കെ നിരീക്ഷിക്കാനുള്ള കണ്ണും ഓപ്പൺ മൈൻഡോടുകൂടി, തുറന്ന മനസ്സോടുകൂടി ഇതിനെയൊക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു ബോധവും അല്ലെങ്കിൽ ഒരു വികസിതമായിട്ടുള്ള ബോധമണ്ഡലവുമാണ് ഇതിനാകെ ആവശ്യമുള്ള കാര്യമെന്ന് പറയുന്നത്. അതിനായിട്ട് വലിയ IQ ലെവലോ ബുദ്ധിയോ അല്ലെങ്കിൽ തത്വങ്ങൾ മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള അറിവോ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള നോളജിന്റെയോ ഒന്നും ആവശ്യമില്ല. എവരിത്തിങ് വൈബ്രേറ്റ്സ് എന്ന് പറഞ്ഞതുപോലെ, എവരിത്തിങ് ഈസ് മെന്റൽ എന്ന് പറഞ്ഞതുപോലെ, ഫോർ എവരി ആക്ഷൻ ദർ വിൽ ബി ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞതുപോലെ, പരസ്പര പൂരകമായിട്ട് പ്രപഞ്ചം തന്നെ ഈ താളമാകുമ്പോൾ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായിട്ടൊരു താളം പ്രവർത്തിക്കുന്ന സമയത്ത് ഈ താളത്തിനൊത്തൊഴുകുകയല്ലാതെ വിജയത്തിലേക്ക് വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രയത്നത്തിൽ കാര്യമില്ല. ഇച്ഛാശക്തിയെക്കാളും നിങ്ങളുടെ ഭാവന പ്രപഞ്ചത്തിന്റെ ഒഴുക്കിനനുസരിച്ച് കൊണ്ടുപോകുന്ന സമയത്താണ് ഉന്നതമായിട്ടുള്ള വിജയത്തിലേക്കും പ്രപഞ്ചത്തിന്റെ ഹിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സൃഷ്ടാവിന്റെ ഹിതത്തിൽ, ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ചിട്ടുള്ള ഫ്രീക്വൻസിയുമായിട്ട് ട്യൂൺ ഇൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതും എന്നുള്ള ജ്ഞാനം നമ്മളിവിടെ പങ്കുവെക്കുകയാണ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രിയും പകലും ഉണ്ടാകുന്നു. സർക്കേഡിയൻ ഋതം അനുസരിച്ച് മനുഷ്യൻ ഉറങ്ങേണ്ടതായിട്ടുള്ള സമയം രാത്രിയിൽ എത്തിച്ചേരുന്നു. ആ ഉറക്കത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പാകത്തിനുള്ള ശാരീരിക പ്രവർത്തനങ്ങളാണ് ആ സമയത്ത് മനുഷ്യൻ കാഴ്ചവെക്കുന്നത്. ആ ഉറക്കത്തിലേക്ക് പോകാതിരിക്കുന്ന സമയത്താണ് അവന് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ആധുനിക ശാസ്ത്രം പോലും ശരിവെച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അമിതമായിട്ട് നേരം വെളുത്തതിന് ശേഷവും കിടന്നുറങ്ങുന്ന സമയത്ത് അതും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ഈ താളത്തിനൊത്തു തന്നെ പോവുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇത് ഒരു കാര്യം വെച്ച് ജനറലൈസ് ചെയ്യുന്നതല്ല. ഏത് കാര്യത്തിനെ പ്രതിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കാവുന്നതാണ്. എപ്പോഴും യൂണിവേഴ്സിന്റെ ഏത് സ്ഥലത്തും ഏത് സമയത്തും ശരിയാകുന്നതായിട്ടുള്ള നിയമങ്ങളാണ് അല്ലെങ്കിൽ തത്വങ്ങളാണ് ഹെർമറ്റിസിസത്തിലൂടെ, ഈ പ്രാചീന ഈജിപ്ഷ്യൻ ആത്മീയ ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. എവറിത്തിങ് ഈസ് കോൺസ്റ്റന്റ്ലി മൂവിങ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ജനനം, മരണം, എവറിത്തിങ് ഈസ് റിതം. എല്ലാം താളാത്മകമാണ്. എല്ലാത്തിനും ഒരു താളമുണ്ട്. ഒരു മനുഷ്യൻ നടക്കുന്നതും ഒരു ചിത്രശലഭത്തിന്റെ മനോഹരമായിട്ടുള്ള ആ ഒരു പറക്കലും ഒരു പക്ഷിയുടെ ചിറകടിയും പക്ഷികളുടെ സംഗീതത്തിലും എല്ലാത്തിലും നിങ്ങൾക്ക് ഈ സൈക്ലിക്കൽ നേച്ചറിനെ കാണാനായിട്ട് സാധിക്കും. സോ റിതം ഈസ് എവറിത്തിങ് ആൻഡ് നത്തിങ് ഈസ് പെർമനന്റ്. റിതമാണ്, താളമാണ് എല്ലാം. ഒന്നും സ്ഥിരമായിട്ടുള്ള കാര്യമല്ല, ഒന്നും സ്ഥിരമായിട്ടുള്ളതല്ല, മാറ്റമാണ് സ്ഥിരമായിട്ടുള്ളത് എന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഏറ്റവും വലിയ താക്കോൽ എന്ന് പറയുന്നത്. ഈ ഒരു ജ്ഞാനം നമ്മളെ മാറ്റത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുവാനായിട്ട് സഹായിക്കുകയാണ്. സോ അലൈൻ വിത്ത് ദ ടൈഡ്സ്, ഡോണ്ട് ഫൈറ്റ് ഇറ്റ്,
ബട്ട് റൈഡ് ഇറ്റ്. അതായത് തിരമാലകളുമായിട്ട് ഐക്യപ്പെടുക, അലൈൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, റൈഡ് ചെയ്തുകൊണ്ട് വിജയത്തിലേക്ക് പോവുക, റൈഡ് ചെയ്തുകൊണ്ട് ജീവിതത്തിലേക്ക് വരിക. അതിന് പകരമായിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്ന സമയത്താണ് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഡോണ്ട് ഫൈറ്റ് ഇറ്റ് ബട്ട് റൈഡ് ഇറ്റ്. ഇന്നത്തെ കാലത്ത് ആളുകൾ ഫൈറ്റ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. ജീവിതത്തിനോട് ഫൈറ്റ് ചെയ്യണം, പ്രയത്നിക്കണം, കഠിനാധ്വാനം ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇത് കേട്ട് വളരുന്ന സമൂഹം അല്ലെങ്കിൽ ആ ഒരു തലമുറ വിചാരിക്കുന്നത് എല്ലാം ഒരു കോമ്പറ്റീഷനാണ്, മത്സരമാണ്, ഹൈലി എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നൊക്കെയാണ്. പക്ഷെ ശാന്തമായിട്ടിരുന്നു കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശാന്തമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ബാലൻസ് ആണ്, ഈ കാംനെസ് ആണ് സൂപ്പർ പവർ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓരോ കാര്യങ്ങളിലും അതിന്റെ ന്യൂട്രൽ പൊസിഷൻ കണ്ടെത്തിക്കൊണ്ട് ധ്രുവീകരണം അല്ലെങ്കിൽ പോളറൈസേഷനിൽ നിന്ന് മാറി നിന്ന് നോക്കുന്ന സമയത്താണ് കാര്യങ്ങൾക്കുമേൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം കൈവരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ഇതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. കഠിനാധ്വാനം ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, പിന്നെ എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത്, എപ്പോഴാണ് കർമ്മം ചെയ്യേണ്ടത് എന്നുള്ളത്. ഒരിക്കൽ നാം നമ്മുടെ ശരിയായ കർമ്മത്തെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കഠിനാധ്വാനത്തിന്റെ ആവശ്യമില്ല. അതിന് പകരമായിട്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ്. കാരണം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന സമയത്ത് നമുക്ക് വളരെ സന്തോഷകരമായിക്കൊണ്ട് എത്ര കഠിനമുള്ള ജോലിയായാലും ആസ്വദിച്ചുകൊണ്ട് നമുക്കതിനെ ചെയ്യുവാനായിട്ട് സാധിക്കും. ആ സമയത്ത് ആ ജോലിയിൽ തിരിച്ചടികളും താഴ്ചകളും ഉണ്ടാകുന്ന സമയത്ത് ഈ തിരിച്ചടികളും താഴ്ചകളും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോ ഓഫ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഋതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തിൽ സകലതിലും നമുക്ക് ഈ ഋതം കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടു. സോ നമ്മുടെ കർമ്മ മേഖലയിലായിരിക്കുന്ന സമയത്തും നമുക്ക് ഇത്തരത്തിലുള്ള താഴ്ചകളും പ്രതിസന്ധികളും വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബട്ട് ഗോയിങ് വിത്ത് ദാറ്റ് ഫ്ലോ, പ്രതിസന്ധികളും പരാജയങ്ങളും വരുമ്പം അതിലേക്ക് വീണ് കൊടുക്കുക എന്നുള്ളതല്ല ഈ ഗോയിങ് വിത്ത് ദാറ്റ് ഫ്ലോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ആ പെൻഡുലം മോഡിലുള്ള ആ ഒരു ഫ്ലോയിലൂടെ, ആ ഒരു വേവിലൂടെ, ആ ഒരു ഫ്രീക്വൻസിയിലൂടെ ട്യൂണിൻ ആയിക്കൊണ്ട് താളാത്മകമായിട്ട് മുന്നോട്ട് പോവുക, താളാത്മകമായിട്ട് കർമ്മം ചെയ്യുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകുക എന്നുള്ളത് ജീവിതത്തിലെ ഒരു പ്രാപഞ്ചിക നിയമം തന്നെയാണ്. ലൈഫ് ഈസ് എ സൈക്കിൾ ഓഫ് മൂവ്മെന്റ്. അതുപോലെ തന്നെ നമുക്ക് പ്രായമാകുന്നതിൽ പോലും ഒരു റിഥമിക് ആയിട്ടുള്ള താളം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ശിശു ജനിച്ച് പതിയെ വളർന്നു വരുന്ന ആ ശൈശവ അവസ്ഥ എന്ന് പറയുമ്പോൾ അതിന് സമാനമാണ് വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന സമയത്തും നമ്മൾ മനുഷ്യർ. സോ നോയിങ് ദിസ് ചേഞ്ച് ഈസ് ഇന്നെവിറ്റബിൾ. ഈ മാറ്റം സംഭവിക്കുന്നത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ ഹൈയിലേക്ക് പോകുന്ന സമയത്തും ഒരു ലോ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ലോ എന്ന് പറയുന്നതിനെ നെഗറ്റീവായിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ലോയിൽ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട, ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പരാജയം എന്ന് പറയുന്ന സംഗതി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. പ്രധാനമായിട്ടും ഈ താഴ്ചകൾ, ജീവിതത്തിലെ താഴ്ചകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ന്യൂട്രലൈസ് ചെയ്യാനും റീചാർജ് ചെയ്യാനുമുള്ള സമയമാണ് എന്നുള്ളതാണ്. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്, പ്രതിഫലിപ്പിച്ച് നോക്കേണ്ടത്. നമ്മൾ സെൽഫ് റിഫ്ലക്ഷൻ എടുക്കേണ്ടത്, റിവ്യൂ ചെയ്യേണ്ടത്, മുന്നോട്ട് പോകുവാനുള്ള സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യേണ്ടത്. പരാജയത്തിന്റെ അവസ്ഥയിൽ, കാരാഗ്രഹത്തിന്റെ അവസ്ഥയിലാണ് ഈജിപ്തിൽ ജോസഫ് അദ്ദേഹത്തിന്റെ വളർച്ചയുടെ കാര്യങ്ങൾ സ്ട്രാറ്റജിക് ആയിട്ട് പ്ലാൻ ചെയ്യുന്നതും ബിൽഡ് ചെയ്യുന്നതും, കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് മറ്റൊരു തരത്തിലുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതും. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും എടുത്തു നോക്കുക, അവർ താഴ്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുള്ള ആളുകളാണ്. ഈ താഴ്ചകളിലാണ് ഇവർ സ്ട്രാറ്റജിക് തിങ്കിങ്ങും പ്ലാൻ ചെയ്യുന്നതും റിഫ്ലക്റ്റ് ചെയ്യുന്നതും ഇവാലുവേറ്റ് ചെയ്യുന്നതും സ്മാർട്ട് വർക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള അവസ്ഥകളിലൂടെ ഒക്കെ കടന്നു പോകുന്നത്. ധ്യാനം ചെയ്യേണ്ട അവസ്ഥയാണിത്. നമ്മൾ ശാന്തമായിട്ട് ഇരുന്നു കൊണ്ട് ചിന്തിക്കേണ്ട അവസ്ഥയാണിത്. കാര്യങ്ങൾ മനനം ചെയ്യുകയും ഗ്രഹിക്കുകയും ചെയ്യേണ്ട അവസ്ഥയാണ്. നമുക്ക് പ്രപഞ്ചം തരുന്നതായിട്ടുള്ള ഒരു വിശ്രമ വേളയാണ് നമ്മളുടെ ജീവിതത്തിലെ താഴ്ചകൾ എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ റിഫ്ലക്ഷന് വേണ്ടി ഉപയോഗിക്കുക എന്ന് മാത്രം. നമ്മളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുവാനും ഉയർച്ചയിലേക്ക് നടക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനുമായിട്ട് പ്രപഞ്ചം തരുന്ന ഒരു സമയമാണ് ഈ താഴ്ചകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ സാമ്പത്തിക മേഖല എടുത്തു നോക്കുക, എക്കണോമിക് സെക്ടർ എടുത്തു നോക്കുക. എക്കണോമിക് സെക്ടറിൽ ഏതൊരു കമോഡിറ്റിക്ക് ആയാലും അല്ലെങ്കിൽ ഒരു ഇക്വിറ്റിക്ക് ആയാലും ഇനി പണത്തിനാണെങ്കിൽ പോലും അതിന്റെ മൂല്യം എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ഷെയർ എടുത്തു നോക്കുക, അല്ലെങ്കിൽ നമ്മളുടെ
ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി എടുത്ത് നോക്കുക, അമേരിക്കയുടെ നാസ്ഡാക്ക് എടുത്ത് നോക്കുക. എവരിവെയർ യു ക്യാൻ സീ, അതിന്റെ 1 ഡേയിലോ അല്ലെങ്കിൽ 1 വീക്കിലോ ഉള്ള ഗ്രാഫ് നിങ്ങൾ എടുത്തു നോക്കൂ, ഉയർച്ച താഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഉയർച്ച മാത്രമായിരിക്കും കാണുന്നത്, ചിലപ്പോൾ താഴ്ചയായിരിക്കും കാണുന്നത്. ഈ ഷോർട്ട് ടൈം ഗ്രാഫിൽ നിന്ന് മാറി 1 മന്ത് 2 മന്ത് അല്ലെങ്കിൽ 6 മന്ത് 1 ഇയറിലെ ഒക്കെ ഗ്രാഫ് എടുത്ത് നോക്കൂ, നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച താഴ്ചകളും അൾട്ടിമേറ്റ്ലി ഇതൊക്കെ മുകളിലേക്ക് കയറാനുള്ള ഒരു ടെൻഡൻസിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകും. സോ മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ലോകത്തിലുള്ള പല ഫെനോമിനാസിലും ഈ ഉയർച്ച താഴ്ചകളുടെ സമയത്തിലും ദൈർഘ്യത്തിലും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ തരംഗ ദൈർഘ്യത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുമായിട്ട് നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ എത്ര കണ്ടുണ്ടായിട്ടുണ്ടെങ്കിലും ആത്യന്തികമായിട്ടും മനുഷ്യൻ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ ഉയർച്ചയിലേക്ക് തന്നെ പോകാനുള്ള ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, ദൈവത്തിന് നിങ്ങളെ പ്രതി നാശത്തിന്റെ പദ്ധതിയല്ല ക്ഷേമത്തിന്റെ പദ്ധതിയാണ് ഉള്ളത് എന്നുള്ളത്. സോ ഓഹരി വിപണിയിലും എക്കണോമിക് സെക്ടറിലും ഒക്കെ ബുദ്ധിപൂർവമായിട്ട് ബിസിനസ്മെൻ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഈ താഴ്ചകളിലാണ് അവർ പലപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ഈ താഴ്ചകളിലാണ് കമോഡിറ്റീസ് വാങ്ങിക്കൂട്ടുന്നത്. ഈ താഴ്ചകളിലാണ് സ്റ്റോക്കിന്റെ വില താഴ്ന്നിരിക്കുന്ന സമയത്താണ് സ്റ്റോക്ക് മേടിച്ചു വെക്കുന്നത്. സ്വർണത്തിന്റെ വില താഴ്ന്നിരിക്കുന്ന സമയത്താണ് അവർ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം അവർക്കറിയാം ഈ താഴ്ചയ്ക്ക് ശേഷം ഒരു ഉയർച്ച വരികയാണ്. അതിന് റീസൺ ചെയ്തുകൊണ്ടുള്ള കാര്യകാരണങ്ങൾ അവർക്കുണ്ടായിരിക്കും. റീസണിങ്ങും ഇവിടെ പ്രധാനമാണ് വെൻ ഇറ്റ് കംസ് ടു എക്കണോമി അല്ലെങ്കിൽ വെൽത്ത് ജനറേഷനിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ റീസണിങ് ചെയ്തുകൊണ്ട് കാര്യകാരണത്തോടു കൂടി ഈ താഴ്ചയെ മനസ്സിലാക്കി ഈ താഴ്ച ഇനി താഴ്ചയിലേക്കല്ല ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് മുകളിലേക്കാണ് പോകുന്നത്, അതിന്റെ സമയമായോ എന്നൊക്കെ അറിയണമെങ്കിൽ അവിടെ ലോജിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്തും ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസിനെയാണ് ഞാൻ റിഫ്ലക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. When it comes to mathematics, it is calculation. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് it is reflection. Based on that reflection, we are building up our plan എന്നുള്ളതാണ്. ഈ ഒരു റിഫ്ലക്ഷനെ അടിസ്ഥാനമാക്കി നമ്മൾ നമ്മുടെ പ്ലാൻ ബിൽഡ് ചെയ്യുന്നു. സോ ഓരോ ഉയർച്ചകൾ വരുന്തോറും മതിമറക്കാതെ ഓരോ താഴ്ചകൾ വരുന്ന സമയത്തും നമ്മുടെ മനസ്സിനെ സേഫ് ഗാർഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ മെന്റൽ സ്റ്റേജിനെ അല്ലെങ്കിൽ മെന്റൽ സ്റ്റേറ്റിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രഹസ്യങ്ങളിൽ മറ്റൊന്ന്. താഴ്ചകൾ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ഇവന്റിൽ നിന്നും നമ്മെ തന്നെ ഡിറ്റാച്ച് ചെയ്യുക. ജീവിതത്തിൽ ഈ പെൻഡുലം ബേസിലുള്ള ഓരോ സ്വിങ്സ് വരുന്ന സമയത്തും മനസ്സിനെ മാറ്റാനായിട്ട് പ്രാപ്തമാകുക. ജീവിതത്തിൽ താഴ്ചകൾ ഉണ്ടാകുന്ന സമയത്ത് പോസിറ്റീവ് മൈൻഡോടുകൂടി ഡിസ്പെയർ ആകാതെ മുന്നോട്ട് പോവുക. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ദുഃഖിക്കാതെ തകർന്നുവെന്ന് തോന്നാതെ മുന്നോട്ട് പോവുക എന്നുള്ളതും അടുത്ത രഹസ്യമാണ്. താഴ്ചകൾ വരുന്ന സമയത്ത് നാം റിഫ്ലക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യണം. ഏതൊരു കാര്യത്തിലും വിജയം ഉണ്ടാകണമെങ്കിൽ സ്ഥിരത അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ആവശ്യമാണ്. പല ആളുകളും പല സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് പലതിലേക്കും ഇറങ്ങിത്തിരിക്കുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ വിജയിക്കാൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നാമത്തേത് അതിനെക്കുറിച്ച് പഠിക്കാതെ ഇറങ്ങി എന്നുള്ളതും രണ്ടാമത്തേത് അവരുടെ കർമ്മം കണ്ടെത്തിയില്ല എന്നുള്ളതുമാണെങ്കിൽ മൂന്നാമതായിട്ട് വരുന്നത് ഈ കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി എന്ത് കാര്യത്തിലും സ്ഥിരമായിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ കർമ്മമാണ് അതിനെ റിസൾട്ടിലേക്ക് എത്തിക്കുക. ഓരോ കർമ്മങ്ങളും എടുത്തു നോക്കുക. എന്ത് പണിയാണെങ്കിലും അത് പകുതിയിൽ വെച്ച് ഇട്ടിട്ട് പോകുന്ന അവസ്ഥകളുണ്ട്. ഒരാൾ ഒരു ഇരുമ്പ് കത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ചൂടാക്കി അടിച്ചു പരത്തി അതിന് പിടിയിട്ട് ഒരു കത്തിയുടെ രൂപത്തിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ അയാളുടെ കർമ്മം പൂർത്തിയാകുന്നുള്ളൂ, മീനിങ് ഫുൾ ആകുന്നുള്ളൂ. ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുന്ന സമയത്ത് അതൊരു കത്തിയായിട്ട് രൂപാന്തരപ്പെടുന്നില്ല എന്നുള്ളതാണ്. സോ ഇതുപോലെ ജീവിതത്തിലെ ഒരു ടാസ്ക് മുതൽ ഓൾ ലൈഫ് വരെ, സ്പിരിച്വൽ അവേക്കനിങ് മുതൽ ആത്മീയ വളർച്ചയിലൂടെ ബോധമണ്ഡല വികാസവും ജ്ഞാനോദയത്തിലേക്കുമുള്ള യാത്രയും ഒക്കെ ഇതുപോലെ തന്നെയാണ്. ആത്മീയതയിൽ മാത്രമല്ല, ജീവിതത്തിലെ ഏത് കാര്യങ്ങളും വിജയിപ്പിച്ചെടുക്കുവാനായിട്ട് ഹെർമറ്റിസിസത്തിന്റെ ഈ ഒരു തത്വം നമ്മളെ സഹായിക്കും. സോ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പോലെ കാണുക. താഴ്ചകൾ വരുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഓരോ താഴ്ചകളെയും സ്ട്രാറ്റജിക്കലായിട്ട് ഉപയോഗിക്കുക, പ്രവർത്തിക്കുക. കാരണം ദ പെൻഡുലം വിൽ കം ബാക്ക്. ഈ പെൻഡുലം താഴ്ചയിൽ നിന്ന് ആ സ്വിങ്ങിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അതും ഒരു പ്രാപഞ്ചിക നിയമം തന്നെയാണ്. ഇവിടെ നമ്മുടെ ഹാബിറ്റ്സ്, നമ്മളുടെ ശീലങ്ങൾ, അതിന്റെ ശക്തിയും ഈ താളത്തിനൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് നോക്കി കാണേണ്ട ഒരു സമസ്യയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിന്തകളാണ് അവന്റെ വാക്കുകളായിട്ട് മാറുന്നത്. അവന്റെ വാക്കുകളാണ് അവന്റെ പ്രവർത്തികളായിട്ട് മാറുന്നത്. അവന്റെ പ്രവർത്തികളാണ് അവന്റെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ബിഹേവിയർ ആയിട്ട് മാറുന്നത്. അവന്റെ ഹാബിറ്റ്സ് ആണ് അവന്റെ വാല്യൂസ് ആയിട്ട് മാറുന്നത്.
ആ മൂല്യങ്ങൾ, ആ വാല്യൂസ് ആണ് അവസാനം അവന്റെ ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധിയെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നത് ദ വെരി തോട്ട്, നമ്മുടെ ചിന്ത തന്നെയാണ്, നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ഈ വാക്കുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സോ ശീലങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പറഞ്ഞത്, നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരും. എല്ലാ ദിവസവും ആത്മീയതയെ കുറിച്ച് പഠിക്കുകയും വായിക്കുകയും കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള വളർച്ച ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും ഫിസിക്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അത് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചിട്ടുള്ള ആളുടെ അറിവ് കൂടി വരികയും പല രീതിയിൽ ഓരോ ആളുകളും പഠിച്ച വിഷയങ്ങൾ അവരുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ ഒരു രഹസ്യമാണ് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. സോ ഈ ഋതത്തിനൊത്ത്, ഈ താളത്തിനൊത്ത്, ഈ റിപ്പിറ്റേഷനൊത്ത്, ഈ വൈബ്രേഷനൊത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ കുത്തകയാണ് വിജയം എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ആത്മീയതയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഐ ലോസ്റ്റ് ദ കണക്ഷൻ വിത്ത് സോഴ്സ് എന്ന് നമുക്ക് തോന്നാറുണ്ട്. സൃഷ്ടാവ് എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്റെ ജീവിതത്തിൽ തിരിച്ചടികളായിട്ട് ഞാൻ ഈ മൂലയിൽ വീണ് കിടക്കുന്ന സമയത്തും എന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ആത്മീയ ലോകത്ത് നിന്ന് എനിക്കൊരു സഹായമോ എനിക്ക് ദർശനങ്ങളോ സ്പിരിച്വൽ പ്രാക്ടീസസോ ഒന്നും എനിക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥകളിലേക്ക് നമ്മൾ വീണ് പോകാറുണ്ട്. ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ മനസ്സിലാക്കുക, സ്പിരിച്വൽ എനർജിയുടെ ഫ്ലോയുടെ ലോ സ്റ്റേജ് ആണത്. ഇറ്റ് ഈസ് നോട്ട് പെർമനന്റ്. വൺസ് യു എൻറ്റേർഡ് ഇൻ ടു സ്പിരിച്വാലിറ്റി, അതിനുശേഷം നിങ്ങൾക്കൊരു വീഴ്ചയുണ്ടായാലും ഒരു താഴ്ചയുണ്ടായാലും യു വിൽ കം ബാക്ക്. കാരണം ആത്മീയതയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു തിരിച്ചു പോക്കില്ല. അത് മതം പോലെയല്ല എന്നത് തന്നെ. ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് ചാടിക്കളിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർ തിരിച്ചറിയുന്നില്ല മതത്തിൽ നിന്നും ചാടിക്കയറേണ്ടത് ആത്മീയതയിലേക്കാണ്, ബോധമണ്ഡല വികാസത്തിന്റെയും ജ്ഞാനോദയത്തിന്റെയും പാതയിലേക്കാണ് എന്നുള്ളത് കൊണ്ട്. വരും വീഡിയോകളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംവദിക്കാനാകട്ടെ. ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഇരുണ്ടുമൂടിയ ഇടിയും മിന്നലും നിറഞ്ഞ ഒരു കാലാവസ്ഥ ഈ വീഡിയോ ചെയ്ത് പകുതിയായപ്പോൾ ആരംഭിച്ചതുകൊണ്ട് അധികം ദീർഘിപ്പിക്കാതെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമസ്തേ.